ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2024 ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് എല്ലാ ആളുകളും. നമുക്ക് ഏകദേശം എക്സാമിന്റെ ടൈം ആയിട്ടുണ്ട്. പല ആളുകളും പല ഏരിയകളായിരിക്കും. ചില ആളുകൾ പഠനം കുറച്ച് തുടങ്ങിയവരുണ്ടാവും, ചില ആളുകൾ കംപ്ലീറ്റ് ചെയ്യാനായവരുണ്ടാവും, കുറച്ച് പകുതി കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ടാവും, തീരെ സ്റ്റാർട്ട് ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ആളുകളും പല കാറ്റഗറിയിലായിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. ഓക്കെ, എനിവേ നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ചാണ്, നമ്മുടെ ജോലി തിരക്കിന്റെ ഇടയിലൊക്കെയാണ് നമ്മുടെ ഈ +2 നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് നമ്മളാ കാൽക്കുലേഷൻ ചെയ്തതിൽ ഏകദേശം ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ അതിന്റെ മുമ്പുള്ള സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാമിനേഷൻ ആവും. സെപ്റ്റംബർ മന്തിലും മോഡൽ എക്സാം ആണ്. അപ്പൊ ഓഗസ്റ്റ്, അതിന്റെ തൊട്ട് മുമ്പത്തെ മന്ത് ഓഗസ്റ്റ് മന്തില് റിവിഷന്റെ മന്താണ്. ചാപ്റ്റേഴ്സുകളൊക്കെ ഏതെങ്കിലും കംപ്ലീറ്റ് ആക്കാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ റിവിഷനും കൂടെ ചെയ്യാനുള്ള ടൈമാണ് ഓഗസ്റ്റ് മന്തിലുള്ളത്. അതിന്റെ തൊട്ട് മുമ്പുള്ളത് ജൂലൈ ആണ്. അത് നെക്സ്റ്റ് മന്ത് ആണ്. ഇപ്പൊ അതിന്റെ തൊട്ട് മുമ്പത്തെ മന്ത് ജൂണിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ ഒരു മന്തും ജൂണും ജൂലൈയും, ഈ 2 മന്ത് ആണ് ടോട്ടൽ ആയിട്ട് ഇനി നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത മന്തിലുള്ളത്. ഈ 2 മന്ത് കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. ഏകദേശം ഇന്ന് 13 ആയിട്ടുള്ളൂ, ഏകദേശം പകുതിയോളുണ്ട്. എനിവേ ഇനിയുള്ള ദിവസങ്ങൾ ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ തീരെ സ്റ്റഡി തുടങ്ങാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങാനും, ഇതിനൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ വളരെ പെട്ടെന്നായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത്. എനിവേ നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ TMA അസൈൻമെന്റിന്റെ സമയമായിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻസ് അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. ജൂലൈ 15 ആവുമ്പോഴേക്ക്, ജൂൺ 15 മുതൽ ജൂലൈ 15, ഒരു മാസത്തെ സമയമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ അവസാനത്തെ സമയത്തിലേക്ക് അത് മാറ്റി വെക്കരുത്. ജൂൺ 15 മുതൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 15 ടു ജൂലൈ 15ന്റെ മുമ്പായിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആണോ? ഒന്ന് വോയിസ് ആയിട്ട് ഒന്ന് റിപ്ലൈ തരണേ. ഓക്കെ, ഞാൻ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ആപ്ലിക്കേഷനിലെ ഹോം പേജിലാണ് ഫസ്റ്റ് നമ്മൾ വരേണ്ടത്. ഹോം പേജിൽ +2 ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളും അതുപോലെ അതിന്റെ സിലബസുകൾ, ഇൻഡെക്സുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഹോം പേജിൽ വന്നു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസുകളും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ സക്സസ്ഫുൾ സ്റ്റോറീസും മറ്റേ എബൌട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എബൌട്ട് NIOS ഒക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. എനിവേ ഇനി സിലബസും സബ്ജക്ട് കോഡ് ഇവിടെ കാണാം. അതിന്റെ താഴെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സമയത്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ, അതെ, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട്
നമ്മുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആ ഒരു പേജിലോട്ട് വരുന്നതാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് SSLC ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് +2 കാണാം. അതിന്റെ തൊട്ട് താഴെ 2022 ഒക്ടോബർ ബാച്ചിൽ, അതുപോലെ ഏപ്രിൽ 2022 എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് +2 എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈറ്റിലോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ ഏതാണോ സബ്ജക്റ്റ് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ 2023 നടന്ന എക്സാമിനേഷനിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇവിടെ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ പറ്റുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ ഹോം പേജിലോട്ട് തന്നെ വരികയാണ്. ഒന്നുകൂടെ ബാക്ക് അടിച്ച് നമ്മുടെ ഹോം പേജിലോട്ട് തന്നെ വരികയാണ്. നിങ്ങൾ കാണുന്നില്ലേ? വോയിസ് ആയിട്ട് ഒന്ന് റിപ്ലൈ തരണേ. ഹലോ. ആ, ഓക്കെ ഓക്കെ. ചെക്കായി. ആ, ഓക്കെ. മറ്റ് അതാണിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതൊക്കെയാ അവിടെ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നോക്കാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയിട്ട് നമ്മുടെ എക്സാമിന്റെ ഓൾഡ് മോഡൽ എക്സാം നടക്കുന്ന സെപ്റ്റംബർ മന്ത് ആകുമ്പോഴേക്ക് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എന്നൊക്കെ ഉള്ള രീതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ ജസ്റ്റ് ഒന്ന് പറയാം, എക്സാം ഫീ അടക്കുന്ന സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു മാസത്തില് അവസാനം വരെ, ജൂൺ അവസാനത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ സക്സസ് അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് അവര് നമ്മുടെ ഷറഫുദ്ദീൻ സാറായിട്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഫീകൾ എത്രയാണോ അടക്കാനുള്ളത് അവര് അത് പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കണം എന്ന് സാറ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബാലൻസ് പേയ്മെന്റ് അടക്കാനുള്ള ആളുകൾ അടുത്ത ദിവസമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അടക്കണം. കാരണം എക്സാം ഫീ മറ്റു കാര്യങ്ങളൊക്കെ അടക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫീകളിൽ, ഓക്കെ ഓക്കെ, ചോദിക്കാം ഞാൻ പറയട്ടെ. അതുപോലെ നമ്മുടെ വിന്നേഴ്സ് അക്കാഡമിയിൽ ഇവിടുത്തെ ഡയറക്റ്റ് സ്റ്റുഡൻസ് അവർക്കുള്ള കാര്യങ്ങൾ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. എനിവേ രണ്ടുപേരായാലും എക്സാം ഫീ നമ്മൾ നേരത്തെ ഒരു ഫീ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫീ ടോട്ടൽ ഫീൽ അത് ഇൻക്ലൂഡഡ് ആണ്. അവർ എക്സാം ഫീയിൽ ഇപ്പൊ NIOS പുതിയ മാറ്റങ്ങൾ വരുത്തിയതിൽ ഒന്നാണ് എല്ലാ സബ്ജക്റ്റിനും 50 രൂപ എക്സാം ഫീന്റെ ഇനങ്ങളിലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഫീയും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പേയ്മെന്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതാണ്. ഷറഫുദ്ദീൻ സാറായിട്ടൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എനിവേ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എക്സാം ഫീന്റെ ഇനങ്ങളിലായിട്ട് ഒരു 50 രൂപ ഓരോ സബ്ജക്റ്റ് വെച്ച് കൂടിയിട്ടുണ്ട്. പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾക്കും കൂടിയിട്ടുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന് PCP കോണ്ടാക്ട് ക്ലാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സയൻസ് എടുത്ത ആളുകളുണ്ട്. അതില് സയൻസ് ഗ്രൂപ്പ് എടുത്ത ആളുകൾ ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്റെ പേരെന്തോന്ന് പറയാമോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സയൻസ് എടുത്ത ആളുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ കഴിഞ്ഞ മാസം അതിന്റെ മുമ്പത്തെ മാസത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. PCP ക്ലാസ് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കൊണ്ടുപോവേണ്ടത്, അതുപോലെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യേണ്ടതുമാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആ ഗ്രൂപ്പിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അറിയിച്ചിരുന്നു. എനിവേ എല്ലാവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാനിവിടെ പറയാം. അതായത് പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇതെടുത്ത സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പോലത്തെ പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റ് ഉള്ള സ്റ്റുഡൻസ്
+2 ഉള്ള ആളുകൾ മാത്രമാണല്ലോ ഉള്ളത്. അവര് നിർബന്ധമായിട്ടും ഇനി ആരെങ്കിലും TCP ക്ലാസ് എന്നാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കൃത്യമായിട്ട് അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ അതുവഴി നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ഏരിയയിലാണ്, ഇവിടെയാണ് PCP ക്ലാസ് എന്നുള്ള അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ വന്നിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സ്റ്റുഡന്റ് ലോഗിനിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലുള്ളത് പോലെ തന്നെ ഏത് ഡേറ്റിനാണോ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അത് ആ ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി എനിവേ നിങ്ങൾ നോക്കുമ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നോക്കണം. ഇനി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ആഴ്ച മുതൽ എല്ലാ തിങ്കളാഴ്ചയും ഒരു വ്യാഴാഴ്ചയൊക്കെ കൃത്യമായിട്ട് നോക്കുക. കാരണം അവർ പെട്ടെന്നായിരിക്കും ഷെഡ്യൂൾ ചെയ്യാം. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏകദേശം ഷെഡ്യൂൾ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ ഇത് കാണാൻ പറ്റും, നമ്മുടെ ഡേറ്റും ടൈമും കാണാൻ പറ്റും. ആ ഡേറ്റും ടൈമും എപ്പോഴാണോ അത് നോക്കിയിട്ട് ആ സ്റ്റഡി സെന്റർ, നമ്മുടെ സ്റ്റഡി സെന്റർ എവിടെയാണോ അവിടേക്ക് പോയിട്ട് ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാണ് വേണ്ടത്. അവിടുത്തെ നമ്പർ നോക്കാനുള്ള ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ID കാർഡിന് താഴെ കാണുന്ന സ്റ്റഡി സെന്റർ നെയിം ഉണ്ട്, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷന്റെ ടൈമിൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ അക്കാഡമിക് സെഷന് അഡ്മിഷന്റെ ബോർഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും, ഏത് സെന്റർ ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത്. ആ ഒരു സെന്ററിൽ തന്നെയാണ് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. എനിവേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈം നോക്കുക. ഇനി ഈ ഒരു ടൈം നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പോയിട്ട് എക്സാം എന്നാണോ എന്നുള്ളത് അന്ന് നിങ്ങൾ ഒരു നോട്ട് ബുക്കും പേനയൊക്കെ കൊണ്ടുപോയിട്ട് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. പ്രാക്ടിക്കലിന് ആളുകളാണ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം 5 ദിവസത്തെ ക്ലാസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സാധാരണ NIOSന്റെ റൂൾ അനുസരിച്ച് 5 ദിവസത്തെ ക്ലാസ് കൊടുക്കണം. ചില ആളുകൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊടുക്കുന്നവരുണ്ട്. മലപ്പുറം പോലത്തെ സെന്ററുകൾ, മലപ്പുറം കേന്ദ്രീയ വിദ്യാലയം കിട്ടിയ ആളുകൾ അവിടെ ചിലപ്പോൾ ക്ലാസ് നടക്കാറില്ല. അത് ഓരോരുത്തരും അനുസരിച്ചാണ്. അവർ സാധാരണ നടക്കാതെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ അന്ന് തന്നെ ഫുൾ മാർക്ക് കൊടുക്കലാണ്. എനിവേ നിങ്ങളുടെ സെന്ററിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. ഇതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ ടൈം ടേബിൾ നോക്കിയിട്ട് കൃത്യമായിട്ട് ഒരു ഹോൾ ടിക്കറ്റ് അതിന് വേണം. ഹോൾ ടിക്കറ്റ് ആവശ്യമുള്ള ആളുകളുടെ എക്സാം ഹോൾ ടിക്കറ്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് താഴെ ഹോൾ ടിക്കറ്റ് ഫോർ പ്രാക്ടിക്കൽ എക്സാം എന്ന് കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ആളെ ഇതെടുത്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഈ എൻറോൾമെന്റ് നമ്പർ അവിടെ നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടുള്ള പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് ഹോൾ ടിക്കറ്റ് ഫോർ പ്രാക്ടിക്കൽ എക്സാം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോൾ ടിക്കറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്നത് ഡിയർ ലേണേഴ്സ്, യുവർ ഹോൾ ടിക്കറ്റ് വിൽ ബി ഡൗൺലോഡ് ഇഫ് ഓൺലി ഇഫ് യു ഹാവ് പെയ്ഡ് എക്സാം ഫീ ഫോർ ഒക്ടോബർ. അത് എക്സാം ഫീ ഫസ്റ്റ് ആയിട്ട് അടക്കണം. അതിന്റെ ശേഷമാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, എനിവേ അപ്പൊ നിങ്ങൾ അത് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കലിനും തിയറിക്കും ഒക്കെ അവിടെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ഈ ഹോം പേജിൽ വന്ന് ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഹോൾ ടിക്കറ്റും കൊണ്ടാണ്, നിങ്ങളുടെ ID കാർഡും കൊണ്ടാണ് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്ലാസ്സുകൾ PCP ക്ലാസ്സിൽ പോവേണ്ടത്. അവിടെ 5 ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ചില നേരത്തെ പറഞ്ഞ പോലെ 1-2 ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് സൈൻ ചെയ്യാനുണ്ടാവും. അതിൽ കൃത്യമായിട്ട് സൈൻ ചെയ്യണം. അഥവാ ബൈ ചാൻസിൽ നിങ്ങൾക്ക് പറ്റില്ല, ഒരാൾ ഇവിടെ വിദേശത്താണ്, പറ്റില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പകരം പറഞ്ഞയച്ചിട്ട് കൃത്യമായിട്ട് സൈനൊക്കെ ചെയ്ത് കൃത്യമാക്കണം. ഈ ഒരു സൈൻ ചെയ്യുന്നത് അവർ പ്രാക്ടിക്കൽ എക്സാമിൽ ഏകദേശം ഒരു 50% മാർക്ക് ഈ ക്ലാസ് പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ അവർ ആ ക്ലാസ്സിൽ പറഞ്ഞുതരും. പ്രാക്ടിക്കൽ എക്സാമിന്റെ മുമ്പ് അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട് റെക്കോർഡ് എഴുതിക്കൊണ്ട് പോകണം. ഒരു അസൈൻമെന്റ് ആണത്. അത് എഴുതിക്കൊണ്ട് പോകണം. അത് ഏത് സബ്ജക്റ്റ് ആണെന്നുള്ള അവിടെ അതുപോലെ എങ്ങനെ എഴുതാന്നുള്ളത്
നിങ്ങൾക്ക് അവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. അതനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ചില ആളുകൾ PDF തന്നെ വിട്ട് തരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു അവർ പറയുന്ന ടൈം ചില സെന്റേഴ്സുകൾ പ്രാക്ടിക്കൽ എക്സാമിന് കൊണ്ടുപോകുമ്പോഴാണ് അല്ലെങ്കിൽ ചിലത് ഒരു ഡേറ്റ് കൃത്യമായിട്ട് ഒരു ഡേറ്റ് വെക്കും പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് ആ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യുക. എനിവേ അവിടുത്തെ നിങ്ങളുടെ സെന്ററിൽ എങ്ങനെയാണോ ഉള്ളത് അത് നിങ്ങൾ ചോദിച്ചറിഞ്ഞ് ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കും കൂടെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ തയ്യാറാക്കി പോകണം. എന്നിട്ട് ഇപ്പോൾ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. NIOSന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്സ് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ സയൻസ് ഗ്രൂപ്പുകൾക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ അറിയിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയിക്കണം നിങ്ങൾക്ക് അങ്ങനെ ബുക്സ് കിട്ടിയിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ ഞാൻ അതിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ സാധാരണ പറയാറുള്ളത് അതിലുള്ള ഒരു 7 ആക്ടിവിറ്റീസ് എഴുതി കൊണ്ടുവരാനാണ് പറയാറുള്ളത്. ഈ 7 ആക്ടിവിറ്റീസുകൾ അതല്ലെങ്കിൽ ചിലപ്പോൾ 5 അത് നിങ്ങൾ എഴുതി കൊണ്ടുവന്നാൽ അതിൽ നിന്നുള്ള ഒരു 2ഓ 3ഓ ആക്ടിവിറ്റി, അത് 7 ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ 7 പഠിച്ചു പോകണം. അതിൽ നിന്നൊരു 2ഓ 3ഓ ഏതെങ്കിലും 2എണ്ണോ 3എണ്ണോ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് ചെറിയൊരു റിട്ടൺ എക്സാം, ചെറിയൊരു പേപ്പറൊക്കെ തന്നിട്ട് ചെറിയൊരു റിട്ടൺ എക്സാം എഴുതിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ചുരുക്കി പറയാം. ഫസ്റ്റ് നിങ്ങൾ PCT ക്ലാസ്സിന്റെ ഡേറ്റ്, പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഡേറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ ഈ സൈറ്റിൽ വന്ന് നോക്കിയിട്ട് അതല്ലെങ്കിൽ അവിടുത്തെ നമ്പർ സംഘടിപ്പിച്ച് ആ നമ്പറിലോട്ട് വിളിച്ചിട്ട്, നമ്പർ കിട്ടാത്തവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചു തരാം. പലരും പല സെന്റേഴ്സുകളായതുകൊണ്ടാണ് ഞാൻ ടോട്ടലായിട്ട് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വിളിച്ചിട്ട് എന്നാണോ ഇതുള്ളത് ക്ലാസ്സുകൾ അവിടെ സംഘടിപ്പിക്കുന്നത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് വേണമെന്ന് പറയും. അത് പ്രാക്ടിക്കൽ എക്സാമിന് എന്തായാലും വേണ്ടി വരും. അവിടെ ഞാൻ കാണിച്ചല്ലോ നേരത്തെ, അത് പ്രാക്ടിക്കൽ എക്സാമിന് അവിടെ നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ അടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലായി കോൺടാക്ട് ചെയ്ത് അവർക്ക് അത് അയച്ചു തരുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിന് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു നോട്ട് ബുക്കും പേനയും കൊണ്ടുപോകണം, ID കാർഡും കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ അവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ സൈൻ ചെയ്യണം. അപ്പോൾ അവർ പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നതിന് മുമ്പ് തയ്യാറാക്കാനുള്ള റെക്കോർഡ് ബുക്ക്, അതിന്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാന്ന് പറയും, എങ്ങനെ എഴുതേണ്ടതെന്ന് പറയും, ഏത് ബുക്കാണ് വാങ്ങേണ്ടതെന്നൊക്കെ പറയും. അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിയിട്ട് അവർ പറയുന്ന ഡേറ്റിന് അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. ഈ ക്ലാസ്സിന് പങ്കെടുക്കുകയും ഈ റെക്കോർഡ് ബുക്ക് എഴുതി തയ്യാറാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ 50% മാർക്ക്, 50% മാർക്ക് സെന്റേഴ്സുകൾ ഈ പ്രാക്ടിക്കൽ എക്സാമിന് നൽകും. ബാക്കി 50% പ്രാക്ടിക്കൽ എക്സാമിന്റെ മാർക്ക് ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടെ തന്നെയാണ് നൽകുക. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ പെട്ടെന്ന് ചോദിച്ചോളൂ, ഞാനത് ക്ലിയർ ചെയ്തുതരാം. എന്നിട്ട് അടുത്ത TMA അസൈൻമെന്റിന്റെ ഒരു സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, ചോദിച്ചോളൂ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സയൻസുള്ള ആളുകൾക്ക് മനസ്സിലായി എന്ന് പറയാം കേട്ടോ. ക്ലിയർ ആയില്ല? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അത് എടുക്കാൻ പറ്റും. നമ്മൾ ഗ്രൂപ്പിൽ സെപ്പറേറ്റ് അയക്കാറുണ്ട്. നേരെ വ്യൂ ചെയ്യാൻ ഓപ്ഷനാണ്, ലിങ്ക് വഴിയാണ് അത് പോകുന്നത്. അപ്പൊ അത് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF രൂപത്തിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനാണ് ആ സൈറ്റിൽ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് അയക്കാത്തത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിന്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അയച്ചു തരണ്ട്. ഒന്നുമില്ല, നമ്മുടെ ഹോം പേജിൽ പോവുക. നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ എങ്ങനെ കേട്ടില്ല? എന്താ ഓപ്പൺ ആവുന്നില്ല? അവിടെ ഓപ്പൺ ആവുന്നില്ല?
ഓക്കെ, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യും. ഇതാരായിരുന്നു, പേരെന്തായിരുന്നു? പേഴ്സണൽ ആയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഗ്രൂപ്പിൽ തന്നെ ലിങ്ക് അയച്ചു തരാം. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറാം. ഓക്കെ. മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഇതുമായിട്ട് പ്രാക്ടിക്കൽ എക്സാം, പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക്, PCP ക്ലാസ്, ഈ 3 ഏരിയകളുമായി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സുകൾ ഉണ്ടായിട്ട് ചോദിക്കാതിരിക്കരുത്, നിങ്ങൾ പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞിട്ടും ഡൗട്ട്സുകൾ വരികയാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ടോട്ടലായിട്ട് വരുന്ന ഡൗട്ട്സുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാവുന്നതാണ്. അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവാണ്, TMA അസൈൻമെന്റിലോട്ട്. അപ്പോഴേക്ക് പ്രാക്ടിക്കൽ എഴുതുന്ന കുട്ടികൾക്ക് ആരൊക്കെയുണ്ട്? പ്രാക്ടിക്കൽ ഉള്ള ആളുകളൊന്ന് പേര് പറയാമോ? ഓക്കെ ഓക്കെ. ആനിമോൾ ഉണ്ട്, പിന്നെ ആരാ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇതുമായി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഓക്കെ, നമ്മളിത് കഴിഞ്ഞ ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരും കേട്ടോ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ. പല ആളുകളും പല ഡ്യൂട്ടിയിലും പല തിരക്കിലൊക്കെ ആണ്. അതുകൊണ്ടാണ് അത് വിചാരിച്ചിട്ട് എല്ലാ ആളുകളും ലെഫ്റ്റ് അടിച്ച് പോയത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് ഈ വീഡിയോ കാണുമ്പോൾ കിട്ടൂല, ഡയറക്റ്റ് ആയിട്ട് കിട്ടൂല. ഇത് കറക്റ്റ് ആയിട്ട് ഓരോ ഏരിയാസുകൾ പറയുന്നു, നിങ്ങളുടെ ഡൗട്ടുകൾ ആ ഏരിയയിലുണ്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ. ഇനി നമ്മൾ TMA അസൈൻമെന്റിലോട്ട് കടക്കുകയാണ്. TMA അസൈൻമെന്റിന്റെ സമയമായിട്ടുണ്ട്. TMA അസൈൻമെന്റ് നമ്മൾ ജൂൺ 15 മുതൽ നിങ്ങൾ എഴുതി തുടങ്ങണം. ജൂൺ 15 മുതൽ ജൂലൈ 15 ആകുമ്പോഴേക്ക് നമ്മുടെ അക്കാഡമിയുടെ ഹോം പേജിൽ അത് അപ്ലോഡ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവിടുന്ന് അടുത്ത ദിവസമായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു TMA അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി മോഡൽ എക്സാം ആണ് ഈ TMA അസൈൻമെന്റ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓരോന്നും എഴുതുക. 5 മാർക്കിന് വരുന്നത് ഏകദേശം ഒരു പുറം ഒരു പേജ് ടോട്ടലായിട്ട് ഒരു ഏകദേശം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 മാർക്ക് എന്നുള്ളത് വെക്കാവുന്നതാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ A4കൾ വാങ്ങാം. സാധാ നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന A4കൾ, സാധാ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന A4കൾ വാങ്ങാം. A4 വാങ്ങിയിട്ട് അതിലാണ് എഴുതേണ്ടത്. അതിന്റെ ഫസ്റ്റ് പേജിന്റെ മോഡലൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ഫസ്റ്റ് പേജ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതിന്റെ മോഡൽ. അവിടെ നിങ്ങളെ പേര്, എൻറോൾമെന്റ് നമ്പർ, സ്റ്റഡി സെന്ററിന്റെ നെയിം, സബ്ജക്റ്റിന്റെ നെയിം, അതുപോലെ തന്നെ ഏതാണോ സബ്ജക്റ്റ് അതിന്റെ സബ്ജക്റ്റും അതിന്റെ കോഡും ആണ് ഫസ്റ്റ് പേജിൽ വലുതായിട്ട് എഴുതേണ്ടത്. സാധാരണ നമ്മൾ സ്കൂളിലെ കുട്ടികളൊക്കെ അസൈൻമെന്റ് എഴുതുന്ന പോലെ തന്നെയാണ്. രണ്ടാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി പോകാവുന്നതാണ്. ക്വസ്റ്റ്യൻ എഴുതണം എന്നില്ല, ഒന്ന് ഇട്ടിട്ട് അതിന്റെ ആൻസേഴ്സുകൾ കൃത്യമായിട്ട് എഴുതി പോകാവുന്നതാണ്. ഓക്കെ. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ A4 ഇത് കഴിഞ്ഞാൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ട. A4 ഷീറ്റ് വാങ്ങിയിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അത് സ്കാൻ ചെയ്തിട്ട് PDF ആക്കണം. PDF ആക്കിയിട്ട് നമ്മുടെ ഹോം പേജിൽ ഒരു ഏരിയ ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അപ്ലോഡ് ചെയ്യണം. ഇത് ചെയ്യാതെ ഡേറ്റ് ജൂലൈ 15 ആണ്. ജൂലൈ 15ന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അത് ചെയ്യണം. അത് ചെയ്താലേ നമുക്ക് ജൂലൈ 15 ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ജൂലൈ 15 മുതൽ ഇവിടെ വെരിഫിക്കേഷൻ നടക്കുന്നതാണ്. അത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത്
രണ്ടാമത് അയക്കാൻ വേണ്ടി പറയും, ചെയ്ത് അയക്കാൻ വേണ്ടി പറയും. അതിനൊരു ഏകദേശം ഒരു 15 മുതൽ ഒരു 20 വരെയാണ് സമയം വരുന്നത്. അപ്പോഴേക്ക് നിങ്ങളത് ക്ലിയർ ആക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വെരിഫൈ ചെയ്ത് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ NIOSന്റെ നിങ്ങളുടെ ഓരോരുത്തർക്കുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് NIOSന്റെ ടീച്ചേഴ്സ് അത് നോക്കും, നോക്കിയിട്ട് അവരത് മാർക്ക് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് പബ്ലിഷ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, 20 മാർക്കിനാണ് ടോട്ടലി TMA അസൈൻമെന്റിന്റെ മാർക്ക് വരുന്നത്. അതില് എന്തായാലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു 15, 16, ഒരു 14 മാർക്കെങ്കിലും ചുരുങ്ങിയത് കിട്ടാതെ സാധാരണ പോവാറില്ല. ഓക്കെ, എന്നിട്ട് അത്ര മാർക്ക് കിട്ടിയാൽ നമ്മുടെ മെയിൻ എക്സാം ആകുന്ന 100 മാർക്കുള്ള മെയിൻ എക്സാമിലോട്ട് 33 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. ഈ 33 മാർക്കിൽ 7 മാർക്ക് നമ്മുടെ TMA അസൈൻമെന്റിൽ നിന്ന് എടുക്കും. ബാക്കി 26, 27 മാർക്കാണ് നമ്മൾ മെയിൻ എക്സാമിൽ എഴുതി വാങ്ങേണ്ടത്. ഓക്കെ, പാസ്സാവാനുണ്ട്, ജസ്റ്റ് മിനിമം പാസിനുള്ളതാണ് ഞാൻ പറഞ്ഞത്. 27, 26 മാർക്ക് നമ്മൾ എഴുതി വാങ്ങണം. ബാക്കി 7 മാർക്ക് TMA അസൈൻമെന്റിൽ നിന്ന് എടുക്കും. 20 മാർക്കിൻ്റെതാണെങ്കിലും 7 മാർക്ക് അതിൽ മെയിൻ എക്സാം പാസ്സാവാൻ വേണ്ടി എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇനി അത് എങ്ങനെ അത് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു ചില ആൾക്ക് സ്റ്റെക്കൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഞാൻ കൃത്യമായിട്ട് അതിന്റെ വീഡിയോ അയച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ PDF ആക്കുക, ചില ആൾക്ക് PDF ആക്കാൻ അറിയില്ല. അപ്പൊ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻസ് എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് PDF ആക്കിയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ആർക്കും സിമ്പിൾ ആയിട്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് അയച്ചു തരും. അത് നോക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ TMA അസൈൻമെന്റ് നമുക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് ജൂലൈ 15 ആകുമ്പോഴേക്ക് അത് ചെയ്യുക. അതായത് ജൂലൈ 15 എന്നുള്ള അതുവരെ നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. ഈ ജൂൺ 15 മുതൽ തന്നെ നിങ്ങൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ഒരു സബ്ജക്റ്റ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതാം. ഒരു 2 3 ദിവസം ഒരു സബ്ജക്റ്റിന്, ബാക്കി അങ്ങനെ ഈ ഒരു മാസത്തോളം ഉണ്ടല്ലോ. അപ്പൊ ഏകദേശം ഒരു 5, 5, 25 അല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറ്റും. 5 ദിവസത്തിൽ ഒരു സബ്ജക്റ്റ് എഴുതി കംപ്ലീറ്റ് ആക്കുക, ബാക്കി 5 ദിവസത്തിൽ അടുത്ത ഒരു സബ്ജക്റ്റ്, അങ്ങനെ ഓരോ 5 ദിവസത്തിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എഴുതി ഫുള്ളാക്കാൻ മതി. ഒരു ദിവസം തന്നെ എടുത്താൽ ഒരു 1, 2, 3 മണിക്കൂറൊക്കെ എടുക്കുമ്പോഴേക്ക് സിമ്പിൾ ആയിട്ട് ഒരു സബ്ജക്റ്റ് എഴുതി കഴിയുന്നതാണ്. എനിക്ക് എന്നാലും നമ്മൾ സമയം ദീർഘിപ്പിച്ച് തരികയാണ്. നമ്മൾ പല ജോലികളും മറ്റൊക്കെ ആയതുകൊണ്ട് 5 ദിവസം എടുത്ത് ഒരു സബ്ജക്റ്റ് എഴുതി, എന്നാലും 25 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. അവസാനത്തെ ഒരു 5 ദിവസത്തേക്ക് എല്ലാതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായുള്ള സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നമ്മുടെ മെയിൻ എക്സാമിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവസാനം വരെ കാത്തിരുന്ന് അവസാനം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് TMA അസൈൻമെന്റിന്റെ മാർക്ക് പോയതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ആർക്കും അത് സംഭവിക്കരുത്. നേരത്തെ നമ്മൾ ഒരു മാസം തന്നെ കൃത്യമായിട്ട് ടൈം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് ഇനി എഴുതാനുള്ള സബ്ജക്റ്റ് നമ്മൾ തരുമെന്ന് പറഞ്ഞു ക്വസ്റ്റ്യന്. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, നമ്മളിപ്പോ പുതിയ സിലബസ് അനുസരിച്ച് 40% ചാപ്റ്റേഴ്സുകൾ TMA അസൈൻമെന്റിലോട്ട് മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ആ TMA അസൈൻമെന്റിലോട്ട് മാറ്റാത്ത ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ മാറ്റിയ ചാപ്റ്റേഴ്സുകളിൽ നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറുകൾ കണ്ടെത്തിയിട്ട് എഴുതാവുന്നതാണ്. ഇതൊരു മിനി മോഡൽ എക്സാം ആണ്. കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെയായിരിക്കും NIOSന്റെ മെയിൻ എക്സാം വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതുമായി നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ പെട്ടെന്ന് ചോദിച്ചോളൂ, ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓരോരുത്തർ 1 by 1 ആയി ചോദിച്ചോളൂ ഉണ്ടെങ്കിൽ. ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷിൽ തന്നെ എഴുതാം, മലയാളത്തിൽ, അറബിയിൽ. സെക്കൻഡ് ലാംഗ്വേജുകൾ ഏത് ലാംഗ്വേജാണ് ആ ഒരു ലാംഗ്വേജിൽ എഴുതാം. മറ്റ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എഴുതാം, അതുപോലെ മലയാളത്തിലും എഴുതാം. ഓക്കെ, അതിന് പ്രശ്നമില്ല. ക്വസ്റ്റ്യൻസുകൾ ഇംഗ്ലീഷിലായിരിക്കും, അത് നിങ്ങൾ മലയാളത്തിൽ അതിന്റെ ആൻസേഴ്സ് എഴുതാം. അങ്ങനെ തന്നെ നമ്മുടെ മെയിൻ എക്സാമും വരുന്നത്. മെയിൻ എക്സാമിന് ഇംഗ്ലീഷിൽ എഴുതണം, അറബി, ഉറുദു, മറ്റ് മലയാളം പോലെ സബ്ജക്റ്റുകൾ ആ ലാംഗ്വേജിൽ തന്നെ എഴുതാം. ബാക്കി വരുന്ന എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. അതിൽ
ചിലപ്പോൾ ചില ആളുകൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇംഗ്ലീഷിൽ എഴുതും, ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മലയാളത്തിൽ എഴുതും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ എഴുതാൻ തിരഞ്ഞെടുക്കുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒന്നാമത്തെ ആൻസർ ആണെങ്കിൽ, ക്വസ്റ്റ്യന്റെ ആൻസർ ആണെങ്കിൽ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ സബായിട്ട് ABCD എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസറും കൂടെ ആ ഒരു ലാംഗ്വേജിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പകുതി ഒരു ലാംഗ്വേജ് പകുതി ഒരു ലാംഗ്വേജിൽ എഴുതാൻ പറ്റില്ല. ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത് ആ ഒരു ലാംഗ്വേജിൽ ആ ക്വസ്റ്റ്യന്റെ ഫുൾ ആൻസറുകൾ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, അടുത്ത ഡൗട്ട് ചോദിച്ചോളൂ. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് പങ്കെടുക്കുന്ന സ്റ്റുഡൻസിനുള്ള PCT ക്ലാസ് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുക, അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം നമ്മൾ പറഞ്ഞത് TMA അസൈൻമെന്റ് എഴുതുന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. ഈ പ്രാക്ടിക്കൽ എക്സാമിന്റെ സബ്ജക്റ്റുകൾക്കും TMA അസൈൻമെന്റ് ഉണ്ടാവുന്നതാണ്. അത് സെപ്പറേറ്റ് എഴുതിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി മൂന്നാമതായിട്ട് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ജൂൺ മന്ത് ജൂലൈ മന്ത് ഈ 2 മാസങ്ങളിലായിട്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുക. വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഈ പ്രാവശ്യമുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മന്തിൽ റിവിഷൻ, അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിലാണ് നമ്മുടെ മെയിൻ എക്സാം വരുന്നത്. സെപ്റ്റംബറിൽ നമ്മുടെ മോഡൽ എക്സാമുകൾ നടക്കും. ഒരു എക്സാം കഴിഞ്ഞാൽ 2-3 ദിവസത്തെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. അതും ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് എവിടെയാണോ ഇരുന്ന് ആ ഒരു സമയം തരും. നമ്മൾ ഇപ്പൊ 7 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഗ്രൂപ്പിൽ അയക്കും. 7 മണിക്ക് നിങ്ങൾ എക്സാം തുടങ്ങാം. 8, 9, 10 മണി വരേക്കും എക്സാമിന്റെ ടൈം. 3 മണിക്കൂറാണ് ഉണ്ടാവുക. ആ 3 മണിക്കൂർ ആകുമ്പോഴേക്ക് നിങ്ങൾ A4 ഷീറ്റിൽ എക്സാം എഴുതി അത് PDF ആക്കിയിട്ട് നമ്മുടെ സൈറ്റിൽ ഒരു ഏരിയ തരും, പ്രാക്ടിക്കൽ മോഡൽ എക്സാം പറഞ്ഞ് അവിടെ അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ആ ഒരു ടൈം ഒരു അരമണിക്കൂർ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അപ്പോഴേക്ക് അപ്ലോഡ് ചെയ്ത് തീർക്കേണ്ടതാണ്. അങ്ങനെ മോഡൽ എക്സാം എഴുതിയ എല്ലാ ആളുകളെയാണ് നമ്മൾ മെയിൻ എക്സാമിലേക്ക് പരിഗണിക്കുന്നത്. മോഡൽ എക്സാം എഴുതാത്ത ആരെയും നമ്മൾ മെയിൻ എക്സാമിൽ ഇരുത്തുന്നതല്ല. കാരണം അവർക്ക് എക്സാം എങ്ങനെയാണെന്നോ എത്രത്തോളം എഴുതണമെന്നോ ഒരു കാര്യവും ഒരു പിടിയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് പോയി എഴുതാന്നുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവരുത്. അപ്പൊ അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇനിയുള്ള ഈ 2 മാസം കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത്, ഇനിയിപ്പോ ആരും ഒരാൾ തുടങ്ങിയിട്ടില്ലെങ്കിലും ഇനിയുള്ള ഈ 2 മാസം കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നിങ്ങൾ സമയമുണ്ട്. ഈ ഒരു സമയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ സമയം കൃത്യമായിട്ട്, ഈ പെരുന്നാളൊക്കെ വരാൻ പോവാണ്. പെരുന്നാളിന്റെ ആ 1-2-3 ദിവസം അല്ലാത്ത ബാക്കി ദിവസങ്ങളൊക്കെ കൂടുതൽ സമയം എടുത്തിട്ട് കൃത്യമായിട്ട്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് പഠിക്കേണ്ട സംഭവങ്ങളാണ്. അതിനൊരു ഓപ്ഷൻ, റെഗുലർ ആയിട്ട് പഠിക്കാൻ നമുക്കൊരു ഓപ്ഷനും സൗകര്യവും കിട്ടാഞ്ഞിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു ക്ലാസ് റൂമിന്റെ പ്രതീതിയിൽ തന്നെ കൃത്യമായിട്ട് 1-2 മണിക്കൂർ നമ്മൾ റൂമിൽ അടച്ചിട്ട് കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ, സ്കൂളിൽ പോയാൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ആ ഒരു പ്രാധാന്യത്തോടു കൂടെ തന്നെ, ഇമ്പോർട്ടൻറ്റോട് കൂടെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക, ക്ലാസ് പഠിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാതെ വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലാസ് കേൾക്കുക, ജസ്റ്റ് ഒന്ന് ഇതാക്കാന്നിട്ട് കാര്യമില്ല. അങ്ങനത്തെ ആളുകൾക്ക് പാസ്സാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ പറയുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ പോയ ആളുകളൊക്കെ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായിട്ടുണ്ട് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ മുന്നോട്ട് പോവുക. എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയുന്നു. എക്സാം ഫീ നമ്മൾ ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ എക്സാം കമ്പൾസറി ആയിട്ട് എഴുതേണ്ടതാണ്. ഇനി എഴുതാൻ പറ്റിയില്ല എങ്കിൽ, മറ്റെന്തെങ്കിലും കാരണങ്ങളായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയം ഏപ്രിലാണ് വരിക. 2025 ഏപ്രിലാണ് അടുത്ത എക്സാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും എക്സാം ഫീ രണ്ടാമത് അടയ്ക്കേണ്ടതാണ്. ചില ആളുകൾക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ട്.
അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു ടൈം എക്സാം ഫീ അടച്ച് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത സമയത്ത് വരുന്ന എക്സാമിന് കൃത്യമായിട്ട് രണ്ടാമത് ഫീ അടയ്ക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതോടെ നമ്മുടെ ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രൂപ്പുകളിൽ ഓരോ അപ്ഡേഷൻ നടത്തും, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വീഡിയോസുകൾ എങ്ങനെ ചെയ്യാന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഡൗട്ട്സുകളുള്ള ആൾക്കാർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് ക്ലാരിഫിക്കേഷൻ വരുത്തുക. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൗട്ട് ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.